നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി ലീഗിന് വേണ്ടി ഭരിക്കുന്ന കോൺഗ്രസ് UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ കാര്യം പാകിസ്ഥാനിലെ ഹിന്ദുക്കളെക്കാൾ പരിതാപകരമാകുമെന്ന് ആദരണീയനായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻജി പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാകും. ക്ഷേത്രങ്ങളിൽ ഭക്തിഗാനം പാടില്ല എന്ന് UDF മുദ്രാവാക്യം ഒന്ന് കേട്ടു നോക്കൂ. നേരെ മലപ്പുറത്ത് മറ്റൊരു പ്രകോപനം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. നമുക്കറിയാം പ്രേക്ഷകരെ, ഈ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കാലത്ത് ഭക്തിഗാനങ്ങൾ ഇടാറുണ്ട്. നമ്മളൊക്കെ ആ കാലത്ത് എഴുന്നേക്കുന്നത് ഈ ഗ്രാമങ്ങളിൽ അമ്പലങ്ങളിലെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ മലപ്പുറത്ത് ആഹ്വാനം ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലൊരു ഭക്തിഗാന സുധ അത് പുറത്തേക്ക് കേൾക്കേണ്ടതില്ല എന്നുള്ളതാണ്. എളവണ്ണ എന്ന് പറയുന്ന മലപ്പുറത്തെ പ്രദേശത്ത് UDFന്റെ വിജയാഹ്ലാദത്തിനിടയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പാട്ടുകൾ ഇനിയും പുറത്തേക്ക് കേൾക്കേണ്ട, അതെല്ലാം ഞങ്ങൾ നിർത്തും എന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ആദ്യം നമുക്ക് എന്താണ് ലീഗ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യമെന്ന് കേൾക്കാം. അതിനുശേഷം ശിവദാസിലേക്ക് പോകാം. അമ്പലത്തിൽ വേണ്ടട്ടോ, നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ UDF സിന്ദാബാദ്.